എന്തെങ്കിലുമൊക്കെ ഞാൻ ആവാൻ കാരണം എന്ന് പറയില്ല, ആവാനുള്ള കാരണം അമ്മയുടെ കടാക്ഷം മൂകാംബിക. ഞാൻ എല്ലാ പ്രാവശ്യവും പോകും. ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലോട്ടാണ് എന്ന് വെച്ചാൽ തന്ത്ര. ഈ ദൈവങ്ങളെയൊക്കെ നിങ്ങൾ കുടിയിരുത്തിയിരിക്കുന്ന എവിടെയാണ്? മനസ്സാണ്. അതിനെ മാത്രം ഫോക്കസ് ശ്രദ്ധിച്ചാൽ പോരെ. അവിടെ എന്തിനാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടിരുന്നത്? ദൈവഭക്തിയിൽ നിൽക്കുന്ന നിങ്ങൾ അതിന് എന്തിനാണ് അവിടെ മാലിന്യങ്ങൾ കൊണ്ടിരുന്നത്? അത് ഒഴിവാക്കിയാൽ പോരെ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ബ്രെയിൻ ഓൾറെഡി ഇത് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളുക. പക്ഷേ കാലം നിങ്ങളങ്ങനെ നിർത്തത്തില്ല. ഈ ലോകത്തിൻ്റെ അനിവാര്യ ഘടം. അതുകൊണ്ട് ആരും മാറില്ല എന്നും പറഞ്ഞിരിക്കരുത്. നടക്കുന്നതല്ലാതെ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ആവാൻ കാരണം എന്ന് പറയില്ല, ആവാനുള്ള കാരണം അമ്മയുടെ കടാക്ഷം മൂകാംബിക. ഞാൻ എല്ലാ പ്രാവശ്യവും പോകും. എനിക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം. എനിക്ക് അവിടെ പരിചയമുള്ള ഞാൻ ഒരു റിസർവേഷനും ഒന്നുമല്ല, അപ്പോൾ നേരെ ക്യൂ പോകും. പക്ഷേ ഇതുവരെയുള്ള എൻ്റെ അനുഭവം, ഞാൻ എപ്പോഴാണ് നടക്കിലെത്തിയിട്ടുണ്ടോ മിനിമം 5 മിനിറ്റ് എനിക്ക് ആ നട കിട്ടിയിട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഇരുന്നിട്ട് അവിടെ പിന്നെ നമ്മൾ അധികം ഇരിക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ അമ്മയെ കണ്ടു, അത് അമ്മയുടെ ഇത് നമ്മൾ വാങ്ങിച്ചു, ഒരു 3-4 മിനിറ്റ് നമുക്ക് ഞാൻ ഒന്നും പറയില്ല അമ്മയുടെ അടുത്ത്. എനിക്കൊന്നും പറയാനില്ല. എന്തിനാ അമ്മയുടെ അടുത്ത് പോയി പറയണേ? അമ്മയ്ക്കറിയാത്ത സത്യം നമുക്കൊന്നും പറയില്ല. ബ്ലാങ്ക്, 0 മൈൻഡ്. അവിടെ വെച്ച് പോകും. അവിടെ നിന്ന് കുറേ സാമ്പം നമുക്കിങ്ങോട്ട് തരുന്നുണ്ടാവും, സ്വീകരിക്കുക. അപ്പുറത്ത് പോയി നേരെ ബാക്കിൽ പോയിരിക്കും. അവിടെ ഒരു മിനിമം ഒരു 15-20 മിനിറ്റ് നേരം ഇരിക്കും. അവിടെ ചിലപ്പോൾ ഒരു ദിവസം ഉച്ചവരെ ഇരുന്നിട്ടുണ്ട്. അവിടെ ഇരിക്കും, ആരും ഒന്നും പറയില്ല. എല്ലാം കഴിഞ്ഞ് മനസ്സ് സ്വസ്ഥമായി പുറത്തിറങ്ങി പോകാം. എല്ലാ പ്രാവശ്യം പോകാം. അമ്മയോട് ഞാൻ ഇന്നേ വരെ ഇത്രയും കാലത്തിനടുത്ത് അമ്മയോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യം പറഞ്ഞു. എല്ലാം അമ്മയ്ക്കറിയാം. അമ്മയ്ക്കറിയാത്തൊരു കാര്യത്തെ നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഒന്നുമില്ല. പക്ഷെ പോകണം, ആ നടയിൽ ഇരിക്കണം. അതല്ല, ആ സ്ഥലത്തിൻ്റെ പോലും ഒരു എനർജി ഭയങ്കര. ഞാൻ അതിനാണ് ഇഷ്ടം. ഞാൻ കഴിഞ്ഞ പോയപ്പോൾ 4 ദിവസം അവിടെ താമസിച്ചു. 4 ദിവസം താമസിച്ചിട്ടാണ് പോരുന്നത്. 4 ദിവസം എല്ലാ പരിപാടിയും മാറ്റി വെച്ച് എല്ലാം അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കണ്ണൂർ ടു തിരുവനന്തപുരം ഫ്ലൈറ്റ് പോയി. അതുവരെ എനിക്ക് മിസ്സായിപ്പോയി. കണ്ണൂർ ട്രെയിനും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു എനിക്ക് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് കാരണം 4-5 ദിവസം ഞാൻ അവിടെ എനിക്ക് പുതിയ ആശയങ്ങൾ, പുതിയ ഐഡിയകൾ. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയി കൊടജാദ്രി നടന്നു പോയി. നല്ലൊരു അനുഭവമാണ് അതൊക്കെ. കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഓണത്തിന് 2-3 കൊടജാദ്രി കയറുക നമ്മളെ സംബന്ധിച്ച് മാത്രമേ വിഷയമുള്ളൂ. കാരണം നമ്മളിത് ട്രക്കിംഗ് ഒന്നും ഇപ്പോൾ പോകാത്തതുകൊണ്ട് കുറേ വർഷങ്ങൾ ഈ ഗൾഫിൽ മറ്റേ ആകുമ്പോഴുള്ള കൈകാലുകൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ പോയിരുന്നു 3 പ്രാവശ്യം. അല്ല, മൂകാംബികയുടെ ഏറ്റവും വലിയ പവർ പറയട്ടെ. നമ്മളിപ്പോൾ കേരളത്തിൽ ഇരിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ? പുള്ളി തന്നെ സംബന്ധിച്ചു. ഞാൻ മൂകാംബികയിൽ എല്ലാ മാസവും പോകുന്ന ആളാണ്. മൂകാംബിക അമ്മയുടെ ഉപാസകനാണ്. കേരളത്തിൻ്റെ പുതിയ IG ശ്രീജിത് സാർ, അദ്ദേഹത്തിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു 2 മാസം മുന്നേ. അന്ന് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് പോകുമ്പോഴാണ്. അന്ന് അദ്ദേഹം പറയുന്നത്, റിട്ടയർഡ് ആയാൽ ഇവിടെ വന്ന് കൂടുക, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. കാരണം അമ്മ തിരിച്ചു വന്നതാണ് എനിക്കല്ല എല്ലാം. അത് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഒരു കഥ കൂടി പറഞ്ഞു പോകാം. നമ്മൾ എങ്ങനെ ഇവിടെ എത്തുന്നു എന്നൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഒരു സമയത്ത് കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിജ്ഞാന ഭൈരവ തന്ത്രയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. യോഗയൊക്കെ ഞാൻ യോഗ അത്ര യോഗ എക്സ്പെർട്ടൊന്നുമല്ല. യോഗ ചെയ്യുന്നു, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു, കടയോഗയൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം മനസ്സിലാക്കി വെച്ചു ചെയ്യുന്നുണ്ട്. എനിക്ക് ഞങ്ങൾ രാവിലെ ഹാപ്പിനെസ് യോഗ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എൻ്റെ മെഡിറ്റേഷൻസ് ഉണ്ട്. വൈകുന്നേരം ഞങ്ങൾ അതുപോലെ തന്നെ രാത്രി മെഡിറ്റേഷൻസ്, വിജ്ഞാന ഭൈരവതന്ത്രി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ സമയം വരുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലോട്ടാണ്, അമ്മയുടെ വഴിയിലൂടെയാണ്. എന്ന് വെച്ചാൽ തന്ത്ര അതിന് പറ്റിയ സമയമാണെങ്കിൽ എനിക്കത് കണക്ട് ചെയ്ത് കിട്ടുന്നു. ഞാനതിൽ പോകുന്നു. ഇനി അതാണ് എന്നെ കൊണ്ടുപോകുന്നത്, അങ്ങനെ പൊക്കോട്ടെ. ആദ്യം ശിവരീതിയിൽ പോയി ശിവനാണ് നമ്മളെല്ലാം എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ എല്ലാവരോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഞാൻ ഇതൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഇതവിടെ യഥാർത്ഥ കോർ കാര്യം. ഇതെല്ലാം നിങ്ങളിന് എന്ത് പ്രാർത്ഥനയോ, എന്ത് ആരാധനയോ, എന്ത് വിശ്വാസമോ, ഏകദൈവവും ബഹുദൈവവും എന്തെങ്കിലും ആവട്ടെ, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. അതൊന്നുമില്ല. ഞാൻ ഒരു മതത്തിന് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ഒരു വീട് കൊടുക്കുന്നു പറഞ്ഞില്ലേ, ചാപ്റ്റൻസ് ചാരിറ്റിയുടെ ഒരു വീട് കൊടുക്കുന്നു പറഞ്ഞില്ല. അത് വീടുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ചാരിറ്റി ട്രസ്റ്റ് ആണ്. കുറേ ആൾക്കാർ അത് മെമ്പറായിട്ടുണ്ട്. ഞാൻ ട്രസ്റ്റിയാണ്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ് അത് രൂപീകരിച്ചതുമല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വീട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു.
അപ്പോൾ എവിടെയെങ്കിലും ആർക്കും അർഹതപ്പെട്ട കൊടുക്കണം എന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഞങ്ങൾ വെറുതെ ഈ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ പത്മനാഭൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ആൾ കൂടെയുള്ള ആൾ പറഞ്ഞു, സാറേ നമുക്ക് ഈ വീട് കൊടുക്കൽ പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. ഏതല്ലേ, ഞാൻ കാസർഗോഡുകാരനാണ്. കാസർഗോഡ് ഞങ്ങൾ വേറെ ഒരു കമ്മിറ്റി ഉണ്ട്, അത് ഞങ്ങൾ എല്ലാ വർഷവും ഒരു വീട് കൊടുക്കുന്നു. 2 ഞങ്ങളുടെ സംഘടനയുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോഡാണ്, അത് കാസർഗോഡ് മാത്രമേ കൊടുക്കൂ, വേറെ എവിടെയും കൊടുക്കില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ സാറേ തിരുവനന്തപുരത്ത് അങ്ങോട്ടാണ്. ഞാനപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാനല്ല തീരുമാനിക്കാത്ത, അവിടെ തീരുമാനിച്ചോട്ടെ. ഈ വർഷം 1 വർഷം തികയുമ്പോൾ അതേ മണ്ണിലാണ് വീട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ ജീസസ് വിശ്വസിക്കുകയോ ശിവനിൽ എന്തെങ്കിലും ആവട്ടെ, ഒറ്റ പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് നിങ്ങൾ എവിടെ വെച്ചാണ് ഈ വിശ്വാസം രൂപപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുമല്ലേ? അപ്പോൾ ഈ ദൈവങ്ങളെയൊക്കെ നിങ്ങൾ കുടിയിരുത്തിയിരിക്കുന്ന എവിടെയാണ്? മനസ്സിലാണ്. ഇതല്ലേ യഥാർത്ഥ ദൈവത്തിൻ്റെ സത്വം എന്ന് പറയുന്നത്? മനസ്സല്ലേ? മനസ്സാണ്. അതിനെ മാത്രം ഫോക്കസ് ശ്രദ്ധിച്ചാൽ പോരെ. അവിടെ എന്തിനാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടിരുന്നത്? ദൈവഭക്തിയിൽ നിൽക്കുന്ന നിങ്ങൾ തന്നെ എന്തിനാണ് അവിടെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത്? അത് ഒഴിവാക്കിയാൽ പോരെ. അവിടെയല്ലേ വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും ഇതെല്ലാം കിടക്കുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്? നമ്മുടെ മനസ്സിൽ തന്നെ. അപ്പോൾ എന്ത് നേടണമെന്നും തീരുമാനിക്കുന്നതും എന്ത് നമ്മൾ അനുഭവിക്കുന്നുവെങ്കിലും, അല്ലെ നല്ലതും ചീത്തയും എന്ത് അനുഭവം ഉണ്ടെങ്കിലും എല്ലാം ഇതിനകത്തുള്ളതാണ്. ഇതിനെ മാത്രം നിങ്ങളൊന്ന് വേണ്ട രീതി ശരിയാക്കിയെന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, വേണ്ട രീതിയിലൊന്ന് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? ബാക്കിയെല്ലാം നേടാൻ പറ്റും. എന്ത് വേണം നിങ്ങൾക്ക് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ജസ്റ്റ് ഉദാഹരണം പറയാം. രോഹിത്തിന് നാളെ കേരള മുഖ്യമന്ത്രി ആവണം, പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ? അതാ ഇവിടെയാണ് നമുക്കതിനു വേണ്ടി ആദ്യം നിങ്ങൾക്ക് പറ്റും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഒരാൾക്ക് ഇപ്പോൾ റിലേ നടന്നു പോകുന്ന രോഹിത്തിനെ പിടിച്ചിട്ട് ഒരാൾക്ക് കേരള മുഖ്യമന്ത്രി ആക്കാൻ പറ്റില്ല. ആക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പൊസിഷൻ അല്ലല്ലോ, ഒരു ഉത്തരവാദിത്തം. അത് നിറവേറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്ന തിയറി വെറുതെ ഒരു സാധനമായി തീരുകയല്ല. കേരള മുഖ്യമന്ത്രി ആവണമെങ്കിൽ അതിൻ്റെ കുറേ അതുണ്ട്, രീതികളുണ്ട്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ചില കഴിവുകളുണ്ട്. ഇത് ആർജിക്കാൻ പറ്റാത്ത ഒരാൾക്ക് പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി നമുക്ക് പറയാം, ഇപ്പം എല്ലാവരും ട്രെൻഡ് ആയിട്ട് എടുക്കും. വിജയ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് വിജയ് പോയി മുഖ്യമന്ത്രി ആയതാന്ന്? ഒരിക്കലും അതല്ല. പുള്ളി ഒരു ക്ലച്ച് പിടിച്ചാൽ തുടങ്ങിയ കാലം മുതലുള്ള സിനിമകളെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. എത്ര അറിയാത്ത കാര്യങ്ങൾ, പലതും അറിയാത്ത മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പലതും പുറത്തറിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഈ മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ സതീശനായിക്കോട്ടെ, അഖിൽമാരാർ ട്രെൻഡിങ്. അഖിൽമാരാർ ഇത് എത്ര കാലം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. ആ പുള്ളി എവിടെയോ ഉപയോഗിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പുറത്ത് കണ്ടിട്ട് ഈ പുറത്തെ വിമർശിക്കാൻ നടക്കണമല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ല, നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം പറയാം. രോഹിത്തിനോട് ഞാൻ പറയാണ്, രോഹിത്തെ, ആ വയലിൽ നല്ല നെൽക്കതിരുകളുണ്ട്. വയൽ പച്ചപ്പായിരിക്കും, നല്ല വയൽ, നല്ല നെൽക്കതിരുകളുണ്ട്. സ്വർണ്ണ നിറമായി മാറിയിരിക്കുന്ന വയലാണ്, ഇതായിരിക്കണം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ രോഹിത്ത് പച്ചക്കതിർ എന്ന വാക്കാണോ, അല്ലെ ഓക്കെ നെല്ല് എന്ന് പറയുന്ന വാക്കാണോ മനസ്സിൽ നിറച്ചത്? എൻ്റെ മനസ്സിൽ വിഷ്വല്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതിന് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾ ബ്രെയിൻ ഒറ്റ സിസ്റ്റമേ ഉള്ളൂ. ബ്രെയിൻ സ്റ്റോർഡ് എവറിഥിങ് ആസ് എ പിക്ചേഴ്സ്. അല്ലാതെ ബ്രെയിൻ ഒരു വാക്കും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓരോ പിക്ചറുകളായിട്ട് സേവ് ചെയ്തിരിക്കും. പണ്ടത്തെ നമ്മൾ ചിത്രഗുപ്തൻ്റെയും മറ്റു കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് അത് കേൾക്കുമ്പോൾ ആർക്ക് ചിത്രഗുപ്തൻ ഏതോ ഒരാൾ അവിടെ നീതി അല്ലെന്നേ. ചിത്രഗുപ്തൻ്റെ പുസ്തകം നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ സംഭവം അന്ന് കഥകളായിട്ട് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമുക്ക് എന്ത് കാര്യം വേണോ നിങ്ങൾ അതിനതായിട്ട് പിക്ചറൈസ് ചെയ്യും. പറ്റുന്നുണ്ടോ? പറ്റും. എന്നാൽ നിങ്ങൾക്കത് സാധിക്കും. പറ്റുന്നില്ലേ? പ്രാക്ടീസ് ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് എത്ര കണ്ടാലും കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ലീവ് ഇറ്റ്. ഏതാണോ പറ്റുന്നത് അതിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നേടാനുള്ളതല്ല രോഹിത്തെ. നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങളുടേതുണ്ട്. നിങ്ങളുടെ ബ്രെയിനിനെ ഇപ്പോൾ തൽക്കാലം മനസ്സിനെ നമുക്കെല്ലാം കൂടി ബ്രെയിനിലേക്ക് നിർത്താം. അല്ലാതെന്നറിയാം, എന്നാൽ ബ്രെയിനിൽ നിങ്ങളുടെ ബ്രെയിനിനെ ആക്സെപ്റ്റ് ചെയ്യാനോ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ.
അപ്പോൾ ബാഡും ഗുഡും ഒക്കെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ സൃഷ്ടിച്ചു വെച്ചതാ. എങ്ങനെ? നമ്മളുടെ ശീലങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കാര്യം, 9 മണിക്ക് ഒരാൾ എഴുന്നേൽക്കുന്ന ശീലമാണ്, ഒരാൾ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമാണ്. ശീലം എവിടെയാണ്? നമ്മളിലുള്ളത്. അപ്പോൾ ഇതിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചത്, നിങ്ങളുടെ മനസ്സിനെ ഏകാത്മമാക്കുക, അതിനെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ മനസ്സുകൊണ്ട് അതിയായി ആഗ്രഹിച്ചിട്ടുള്ളവർ മാത്രമേ സക്സസ്സിൽ എത്തിയിട്ടുള്ളൂ. അല്ലാത്തവർക്കില്ലല്ലോ, ലക്ഷ്യമില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഇവിടെ തീരുമാനിക്കുകയാണ് തിരുവനന്തപുരം പോകാം. നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ എവിടെ പോകണം? എൻ്റെ മനസ്സിൽ പത്മനാഭൻ ക്ഷേത്രത്തിന് മുമ്പ് പോകണം. രഞ്ജിത്തിൻ്റെ മനസ്സിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. നീ സെക്രട്ടേറിയറ്റിലെത്തും, ഞാൻ പത്മനാഭൻ്റെ അടുത്തെത്തും, അല്ലേ? പക്ഷെ നമ്മളെ ആ ലക്ഷ്യം എന്തായിരുന്നു? തിരുവനന്തപുരം അല്ലേ? പിന്നെ രണ്ടാമത്തെ പോയിന്റ് നിൻ്റെ മനസ്സിൽ എവിടെയായിരിക്കണം? ഇതില്ലാതെ തിരുവനന്തപുരം പോയാൽ എന്തായിരിക്കും? എൻ്റെ മനസ്സിൽ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ, ഒരു സിറ്റിയാണ്, അല്ലേ? നിങ്ങളുടെ മനസ്സിലും തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരം പോയി, എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യം വെറുതെ പോയിട്ട് വന്നു. ഈ മാനിഫെസ്റ്റേഷൻ പലരും സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ലക്ഷ്യം വേണം. അല്ലെങ്കിൽ തിരുവനന്തപുരം പോയിട്ട് ഇവിടെ ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഇല്ല. തിരുവനന്തപുരം പോയിട്ട് ഒരു പണിയില്ലെങ്കിൽ 2 ദിവസം കളഞ്ഞടേ. ഇതാണ് യഥാർത്ഥം. അപ്പം നിങ്ങൾ ബി ഫോക്കസ്ഡ്, ആൻഡ് ഡു ദ ആക്ഷൻ. സംഭവിച്ചിരിക്കും, എല്ലാവർക്കും സംഭവിച്ചു. ഉറപ്പായിട്ടും നമ്മളിപ്പം ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പല മുഖങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. പിന്നെ എനിക്കറിയാവുന്നൊരു രാഷ്ട്രീയ നേതാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇവിടെ ഒരു 5 വർഷം മുമ്പ് ഒരു കട്ടുകെട്ടി സീറ്റിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് വന്ന് മത്സരിച്ച് തോറ്റുപോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിനോട്, ജയിക്കത്തില്ല ജയിക്കത്തില്ല ജയിക്കത്തില്ല. അപ്പോൾ പുള്ളി പറയും ജയിക്കും ജയിക്കും ജയിക്കും. ആ പുള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ജയിക്കത്തില്ല. ആ പുള്ളിക്ക് മാത്രം കോൺഫിഡൻ്റ് ആണ്, ജയിക്കും, എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട് ഇതാണ്. പുറത്തു പറയുന്നതല്ലോ, അടുത്തേക്ക് നമ്മൾ പറയും എനിക്ക് ഇത്ര വോട്ട് ഞാൻ ജയിക്കും. അദ്ദേഹം അത്രയും വോട്ടിന് ജയിച്ചു. ഇപ്പം നിയമസഭയിലുണ്ട്, 102 പേരിൽ ഒരാളായിട്ടുണ്ട്, UDFന്റെ MLA ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരും എന്നോട് ഈ റിസൾട്ടിൻ്റെ തലേന്ന് തന്നെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പോൾ എനിക്ക് ഈ മാനിഫെസ്റ്റോ, ഈ പുള്ളിയുടെ ഈ ആത്മവിശ്വാസമൊക്കെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറയാം ജയിക്കൂടെ, ജയിക്കുമോ? ഇപ്പോൾ പുള്ളി പറയുന്ന ഒരു 5000 വോട്ടോടെ കയറ്റി ഞാനങ്ങ് പറയും ഇത്ര വോട്ടിന് ജയിക്കും. പിറ്റേ റിസൾട്ട് വന്നു പിന്നെ ഒരു 3.5 രൂപ. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചത്. അങ്ങനെയാണ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ. ഇത് ഈ ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവുന്നതേ ഉള്ളൂ. ഇതിലൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മനസ്സിൽ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ജയിച്ച സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പോലും ഒരു പോയിന്റ് വിശ്വസിച്ചു ഞാൻ ജയിക്കുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ തോക്കും. അതാണ് ഇത്. ഇവിടെയാണ്. അല്ല, എന്താണെന്നറിയോ, അതെന്തിനാണെന്ന് എനിക്ക് പിന്നീട് എനിക്ക് കാലം തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇലക്ഷൻ ഇറങ്ങുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ആർക്കും അറിയില്ല, ചില അടുത്തുള്ളത്. പക്ഷെ ഞാൻ എന്നെ അറിയിക്കാൻ വേണ്ടിയുള്ള പണി, ഞാൻ ആത്മാർത്ഥമായി പണിയെടുത്തു. എൻ്റെ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുറേ ഫ്ലക്സും പോസ്റ്ററും ഒക്കെ അടിച്ച് അങ്ങനെ വെക്കണം. പിന്നെ നാട്ടിന് നല്ലത് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇതിൽ നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു പോയിന്റിൽ എല്ലാവരും ജയിക്കുമെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇല്ല, എനിക്ക് മത്സരിച്ചാൽ മതി, ചില വാശികളുടെ പുറത്ത് മത്സരിച്ചാൽ മതിയായിരുന്നു, ജയിക്കില്ല. ഇപ്പം കൊടുക്കുന്ന സുരേഷ് MP ഞാൻ എനിക്ക് സീറ്റ് തന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പോയി മത്സരിക്കാമെന്നുള്ളൂ. പക്ഷേ അടുത്ത പോയിന്റിൽ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ പകുതി എത്തിയപ്പോൾ എന്നോട് നീ ജയിക്കുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞത് ജയിക്കത്തില്ല. ഇലക്ഷന് വോട്ടെണ്ണി ആദ്യത്തെ വാർഡുകൾ എണ്ണുമ്പോൾ, ബൂത്തുകൾ എണ്ണുമ്പോൾ ഞാൻ ലീഡിങ്ങാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും. അപ്പോൾ ഞാൻ പതുക്കെ ചെന്ന പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എല്ലാം അറിയുന്നവരാണല്ലോ, ചേട്ടൻ നീ ജയിക്കും, സമാധാനത്തോട്ടിരിക്കും. ഇത് വേറെ മാനിഫെസ്റ്റോ, എനിക്കത് കിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കത് കിട്ടിയില്ല, നിസ്സാര വോട്ടുകൾക്കാണ് ഞാൻ പരാജയപ്പെട്ടു പോയത്. പക്ഷെ അത് എന്തിനായിരുന്നു? ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ സാറിനെ കാണാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ രണ്ടിലും പോകും. ഇതിന് വേറൊരു എളുപ്പത്തിൽ ഇതേപോലെ നിങ്ങൾ പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ അല്ലാത്ത വിഷയം. ശ്രീലേഖ IPS കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരാൾ ചോദിച്ചൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതിനൊരു മറുപടി പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫിക്കറ്റ് ട്രെയിനറാണ്. അതുകൊണ്ട് പറയാം, ചോദിച്ചത് സാർ ഈ മാഡം ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരുപാട് പറയും. മാഡത്തിന് ഈ ടെക്നിക്ക് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് MLA വട്ടിയൂർക്കാവ് മത്സരിച്ച് എന്താ MLA ആവാതിരുന്നത്? നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്, ആദ്യം മാഡം അത് ഉപയോഗിച്ച് കാണിക്കേ എന്ന് പറയും. ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കത്തി എന്താണെന്നറിയോ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ലിമിറ്റഡ് സർക്കിൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിലൊക്കെ വളരെ സക്സസ് ആയ ഒരുപാട് ആൾക്കാർ ഞാൻ ഇതൊന്നും പരാമർശിക്കുന്നു. അവർ പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയത്. ഞാൻ വെച്ചാൽ എടേ നാളെ എന്നോട് ഇതൊരാൾ ചോദിച്ചത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്കെന്താ കേരളത്തിൽ വലിയൊരു ബിസിനസ്സുകാരൻ ആയിക്കൂടെ, ഇല്ലേ? ആയിക്കൂടെ, മാനിഫെസ്റ്റേഷൻ പവറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ എല്ലാവരോടും പറയാനുള്ളത്, ഇത് അങ്ങനെയൊന്നും വർക്ക് ചെയ്യുന്ന സാധനമൊന്നും അല്ല. അവിടെയും എൻ്റെ മൈൻഡിൻ്റെ ലിമിറ്റേഷൻസ് കൃത്യമായി ഉണ്ടാകും. ഞാനിപ്പോൾ രോഹിത്തിനോട് ഓപ്പണായിട്ട് പറയാം, ഞാൻ
ഈ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ലിമിറ്റേഷൻ എന്താണെന്നറിയോ, ഇപ്പോഴും ഓപ്പണായിട്ട് പറയും, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, സ്വസ്ഥമായി സമാധാനമായിട്ട് പോയാൽ മതി. ശരിയെന്നൊന്നും പറയുന്നില്ല കേട്ടോ, എൻ്റെ ആ മനസ്സ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എനിക്കെന്താ കംഫർട്ട്, ഇത് ബ്രേക്ക് ചെയ്യാനാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്കും ആ കംഫർട്ട് ഉണ്ട്, ഇല്ല എന്ന് പറയില്ല, അത് എല്ലാവർക്കും ഉണ്ടാവും. ഇതിന് ഇപ്പോൾ പൃഥ്വിരാജ് ഇവരൊക്കെ ഈ കാര്യങ്ങൾ പറയണം. എൻ്റെ വേറൊരു ഒരു ഗുരുവുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോയാണ്. മാനിഫെസ്റ്റേഷൻ എല്ലാവരും നിങ്ങൾ അറിയിക്കും. ഈ ഗെയിംസ് ഒക്കെ നടക്കുമ്പോഴോ, ഇവനൊരു സിനിമ നടക്കുമ്പോഴോ, സിനിമയിലൊക്കെ ട്രെയിലർ ആദ്യം ഇറക്കും. ട്രെയിലറല്ല, അവർ ആ ഒരു മോക്കപ്പ് ഉണ്ടാക്കും. മോക്കപ്പ് എന്ന് ഞങ്ങൾ മോക്കപ്പ് ഉണ്ടാക്കും. ആ മോക്കപ്പിൽ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ കുറേ സിസ്റ്റം മാറി. ഇപ്പോൾ ഫുട്ബോൾ ഗെയിമും ക്രിക്കറ്റ് ഗെയിമും ഒക്കെ ആദ്യം അതിനെ വെർച്വലി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അല്ല, നോർമലി ക്രിയേറ്റീവ് ഫിലിം പോലെ ക്രിയേറ്റീവ്. എന്നിട്ട് ഇവരെടുത്ത് ഇത് കാണിക്കും. അതായത് കപ്പ് വാങ്ങിക്കും, എല്ലാം ഫുൾ ആ ഫുള്ളായിട്ടുള്ള ഗെയിം കാണിക്കും. പാകിസ്ഥാനുകാരന് പാകിസ്ഥാൻ ജയിക്കുന്ന കാണിക്കും, ഇന്ത്യക്കാരൻ ജയിക്കുന്ന കാണിക്കും. ഇവർ ഓരോ ബാറ്റും ഓരോ കാര്യം. ആ സമയത്ത് ഇവൻ്റെ ബ്രെയിനിൽ തെളിയും ഈ സാധനം, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ പറ്റില്ലേ. 6 അടിക്കുന്നവൻ തെളിഞ്ഞു, 6 അടിക്കുന്നു, അവനവിടെ അടിച്ചിരിക്കുക. കാരണം എന്താ അറിയോ, ഇത് സിമ്പിളാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ബ്രെയിൻ ഓൾറെഡി ഇത് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആ ബോൾ വരുമ്പോൾ ഇത് 6ൻ്റെ ബോൾ, കാരണം ബ്രെയിൻ ഓൾറെഡി പ്രോഗ്രാം ആയി കഴിഞ്ഞല്ലോ. ബ്രെയിൻ ആക്ഷൻ എടുക്കും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് റിയാലിറ്റി. ഇത് നിങ്ങൾ സാധാരണക്കാരൻ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സാധാരണക്കാരൻ അറിയണം ഇത്. നിൻ്റെ അല്ലേ, ഞാൻ എല്ലാ ക്ലാസ്സിലും വരുന്നവരെല്ലാം പറഞ്ഞു, ആദ്യം നിങ്ങളെ ജീവിതത്തെ എഴുതുക. ഇപ്പോൾ രോഹിത്തിനോട് ഇപ്പോൾ തന്നെ പറഞ്ഞു, രോഹിത് ഇപ്പോൾ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തു. രോഹിത് ഒരു കാര്യം ചെയ്യൂ, ഇന്നിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം രോഹിത് അടുത്ത 5 വർഷത്തെ രോഹിത്തിൻ്റെ ജീവിതം ഒന്ന് എഴുതാൻ പറ്റുമോ? അല്ല, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി വെച്ചിട്ട് ഇപ്പുറത്തോട്ട് മാറി മറ്റേ സാധനം ഉണ്ട്, എനിക്ക് എന്തിനായി കഷ്ടപ്പെടുന്നത്, ജീവിച്ചാൽ പോലെ. അവിടെയാണ് ഇതിൻ്റെ അത് കാര്യം. ഇത് പറ്റിയല്ല, നമുക്ക് പറ്റും, എല്ലാവർക്കും പറ്റും, ആർക്കും പറ്റാത്തതില്ല. ഞാൻ കഴിഞ്ഞ സ്പിരിച്വൽ ബേസിൽ പറഞ്ഞു, അബാക്ക് നമ്മൾ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കേഷൻ തുടങ്ങുന്നത് പബ്ലിക്കേഷൻ തുടങ്ങി, പുസ്തകങ്ങൾ ഇറക്കുന്നത് പുസ്തകം ഇറക്കി, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളിനി ഒരു സാറ്റലൈറ്റ് ചാനലിനെ പറ്റി ചിന്തിക്കാൻ പോവാണ്. ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചു, ബഡ്ജറ്റ് എടുത്തു, ഇതിന് ലൈസൻസ് എടുക്കാൻ പറ്റുമോ നോക്കി, പറ്റും, കാര്യങ്ങളായി, ഇന്ന പ്രോഗ്രാം വേണം, ഈ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, എഴുതുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇൻവെസ്റ്റർ ഇറങ്ങാമെന്നുള്ളതാണ്. ബട്ട് അപ്പോഴും ഞാൻ 2 വട്ടം ഞാൻ ആലോചിച്ചു, ഇതിൻ്റെ പിന്നാലെ പോയാൽ ഒരു 60 വയസ്സ് വരെ 65 വയസ്സ് വരെ ഞാൻ ഫുള്ളി ഇതിനകത്ത് ഇതായിപ്പോയില്ലേ. ഇപ്പോൾ എൻ്റെ ഫാമിലി ടൈം കൊണ്ട് എൻ്റെ നാട് മിസ് ചെയ്യും, എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് വേണോ, അതോ പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത ബാക്ക് മീഡിയ ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയോ, അതോ ഇങ്ങനെ പോകണോ? ടെൻഷനല്ലേ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ 100 ഇരട്ടി ടെൻഷൻ അപ്പോൾ എടുക്കേണ്ടി വരില്ലേ? ഇതിങ്ങനെ നിൽക്കുക. ഇപ്പോൾ സാറോട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ ഇതെടുക്കാം, കേട്ടോ, ഇതെടുക്കാം. ചിലർ ഈസി എൻജോയ് ചെയ്തതിനെ പറ്റിയൊക്കെ കാണുമ്പോൾ ഇതെടുക്കാം. ഇത് മാറ്റിയാൽ ഒരുപക്ഷെ അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതെ, അവിടെയാണ് ഒരു പോയിന്റ് കൂടി നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. റിസ്ക് എടുക്കാതെ കണ്ട ഒരു സക്സസ്സും ജീവിതത്തിൽ സംഭവിക്കില്ല. റിസ്ക് എടുത്ത് വെച്ചാൽ വാക്കിന് നിങ്ങൾ ഇങ്ങനെ എടുക്കരുത്. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കാതെ, കഠിനാധ്വാനം എന്നുള്ള വാക്കല്ല, സ്മാർട്ട് വർക്ക്, അധ്വാനിക്കാതെ ഒരു കാര്യവും ലോകത്ത് നേടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ഫേമസ് ആവണോ, അത്ര തന്നെ വർക്കുണ്ട്. ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ രോഹിത്തും ഞാനും നമ്മൾ വലിയ ഫേമസ് ഒന്നും അല്ല, ഞാനും ആണെന്ന് പറയുന്നത് രോഹിത്തും അല്ല. നമ്മളൊരു കുറച്ച് ലിമിറ്റഡ് സർക്കിൾ, 1000 പേര് മതി. ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും ഈ ആയിരക്കണക്കിന് ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം. പണ്ടത്തെ നമുക്കോ ഒന്നുമില്ല അല്ലേ? അപ്പോൾ എത്ര കണ്ട് നമ്മൾ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നു അത്രയും റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്, കമ്മിറ്റ്മെൻറ്റ് കൂടുകയാണ് അല്ലേ? ഞാൻ ഇന്നലെ ഈ വഴിയെ കൂടി ഇങ്ങനെ നടക്കായിരുന്നു, പലരുവട്ടത്ത് ഇങ്ങനെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയത്. നടക്കുമ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ എന്താ കുറച്ച് നേരം നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് പരിചയമുണ്ട്, കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പോയി, പിന്നെ എനിക്കങ്ങനെ നമ്മളെ കാണുന്നവർ എനിക്കറിയണം, സന്തോഷമാണ്. ഒരു ചേട്ടൻ ഓടി വന്ന് ഒറ്റ വെട്ടം കാട്ടി തന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്താ എന്നിട്ട് എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, സാറല്ലേ? ഞാൻ സന്തോഷം സാറേ, ഇന്നലെ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇന്നലെ എൻ്റെ സ്റ്റാളിൽ നിന്ന് ലോട്ടറി എടുത്ത ഒരാൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി. എന്താണെന്നറിയോ സാറേ കാരണം? അയാൾക്ക് നല്ല പരിചയമാണ് എന്നെ. എന്താണെന്നറിയോ സാറേ കാരണം? അയാൾ എടുക്കുമ്പോൾ അയാളോട് നിങ്ങൾ പറഞ്ഞു തന്ന ആ നമ്പർ അങ്ങ് ഞാൻ പറഞ്ഞു കൊടുത്തു, ഈ നമ്പർ ഒന്ന് കയ്യിൽ എഴുതിയേ കിട്ടുമെന്ന്. അത് കിട്ടി സാറേ. പക്ഷേ എനിക്കത് സാറിന് നേരിട്ട് പറയാൻ പറ്റുമെന്നുള്ളതാണ് ചോദിച്ചു. ഓക്കെ, കഴിഞ്ഞല്ലോ. പക്ഷെ അയാൾക്ക് എന്നെ ഓർമ്മയുണ്ട്, അയാൾ എൻ്റെ ക്ലാസ്സിൽ കയറുന്ന യൂട്യൂബ് വീഡിയോ കാണുന്നത്. ഇത്
ഇനി എന്താണെന്നൊരു വിഷയം, അടുത്ത ഓരോ നടത്തവും വളരെ ശ്രദ്ധയോടെയാണ്. യെസ്, ഒരു വാക്കും നമുക്ക് മാറാൻ പറ്റില്ല, ഒരു ഇതും പറയാൻ പറ്റില്ല. ഇനി അതാണ് നമ്മുടെ ഉത്തരവാദിത്വം വരുന്നത്. ഉറപ്പായിട്ടും അത് ഫില്ല് ചെയ്യുക, അതിനെ നന്നായിട്ട് സ്നേഹിച്ച് കൊണ്ടുപോവുക. ഈഗോ പാടില്ല. ഇതൊക്കെ വളരുന്ന പോലും ദേഷ്യം പാടില്ല, ഈഗോ പാടില്ല, ഒന്നും പാടില്ല. ഇപ്പോൾ ഒരു ദേഷ്യം പറഞ്ഞ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. എല്ലാം പെർഫെക്റ്റ് ഒന്നും ആരും പറയണ്ട. ഇന്നലെ ഒരു ഫാമിലി വന്നു നമ്മുടെ പ്രോഗ്രാം, അതും കൂടി ചേർത്ത് പറയണം, ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഞാൻ ആരും ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ, 4 പേര്. വൈഫിൻ്റെ നിർബന്ധത്തിൽ വന്നതായിരിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ആരെയും വിളിച്ചാൽ അവർ വിളിച്ചിങ്ങോട്ട് വന്നതാണ്. ഈ മനുഷ്യൻ വന്നിരുന്നപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങി, കൃത്യം 10 മണിക്ക് ക്ലാസ് തുടങ്ങി. ഞാൻ നോർമലി ടോക്കാണ്. അപ്പം ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്തേണ്ട 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അതിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇയാൾ നമ്മുടെ യൂട്യൂബ് ചാനൽസോ ഒന്നും കാണാതെ വന്ന ഒരാളാണ്. ഇതെന്താണെന്ന് അയാൾക്ക് അറിയുക പോലുമില്ല. ഈ 104 പേരിൽ 103 പേര് എഴുതുമ്പോൾ ഈ മനുഷ്യൻ മാത്രം ഒന്നും എഴുതാതെ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ പോയിട്ട് അടുത്ത് ചോദിച്ചത്, ചേട്ടാ എഴുതുന്നില്ലേ? എനിക്കൊന്നും മാറ്റാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത സംശയം എനിക്ക് എന്തായി, പിന്നെ ഇയാൾ എന്തിനാണ് വന്നത് എന്നല്ല. പിന്നെ നമ്മൾ ചോദിച്ചിട്ടില്ല. ആ ഒരു റിയാക്ഷനിൽ തന്നെ എനിക്ക് തോന്നി, ഇപ്പോൾ ഇയാളോടൊന്നും പറയണ്ട, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, ഇരിക്കട്ടെ അവിടെ. ഒറ്റ വാക്ക് കഴിഞ്ഞു. മുഴുവൻ പ്രോഗ്രാം കഴിഞ്ഞു. നല്ല എൻഗേജ് ആയിരുന്നു. ഞാൻ 6 മണി വരെ 7 മണി വരെ ഫുൾ ആൾക്കാർ സംസാരിച്ചെല്ലാം കഴിഞ്ഞു. ഞാൻ അതിനിടെ വൈകുന്നേരം 2 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് അനക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നി ഈ വൈഫിൻ്റെ പ്രേരണ വന്നതായിരിക്കാം, നമ്മൾ അവിടെ ഇരിക്കട്ടെ, പിന്നെ പുറത്ത് നിർത്താൻ പറ്റില്ലല്ലോ. ഇന്ന് രാവിലെ അദ്ദേഹം ഒരു വോയിസ് നമ്മുടെ വാട്സ്ആപ്പിലിട്ടുണ്ട്. മുഴുവൻ പറ്റിപ്പാണ്, വെട്ടിപ്പാണ്, തട്ടിപ്പാണ്. നമ്മൾ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. ഓരോ ആൾ ഹീൽ ചെയ്യായിരുന്നു നല്ല ചെയ്തു. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ, ഹീലിംഗ് ഒക്കെ. അതൊന്നും ഓരോ ആൾ ചക്ര ഏത് ബ്ലോക്കാണെന്ന് കണ്ടുപിടിക്കുക, എല്ലാവർക്കും അത് മനസ്സിലായി, അതിനെ ഹീൽ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി. മുഴുവൻ പുള്ളി ഇതൊന്നും വന്നിട്ടില്ല. പുള്ളി ഇതെല്ലാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ഇതൊക്കെ പറഞ്ഞു അവിടുത്തെ കഴിച്ച് പോയി എന്നൊക്കെ മെസ്സേജ് ഇട്ടു. ഞാൻ അഡ്മിനോട് പറഞ്ഞു പറയട്ടെ, അവർക്ക് പറയാനുണ്ട് പറയട്ടെ. എല്ലാവരും തിരിച്ച് ബാക്കി എല്ലാവരും മറുപടി എല്ലാവരും എല്ലായിട്ടാ ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നുകയാണ്, ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല, മൈൻഡിനെ മാറ്റുന്ന ഒരു പരിപാടി മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, എല്ലാം വളരെ സോഫ്റ്റായിട്ട് പോകും. എന്നിട്ട് അദ്ദേഹം അപ്പോൾ എനിക്ക് ആളാരാന്ന് മനസ്സിലായി. ഞാനിപ്പോൾ നോക്കി ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങളൊരു മുൻവിധിയോടാണ് ഉള്ളത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറ്റാനില്ലാത്ത ഒരാളെ പിന്നെ നിങ്ങൾ എന്താണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒന്നുമില്ല എന്ന് പറയുന്ന ആൾ നിങ്ങൾ എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോലീസിൽ കേസ് കൊടുക്കും, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നെ തകർത്തെറിയും, നിന്നെ അതാക്കി കളയും, ഇതൊക്കെ വെല്ലുവിളി. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, നിങ്ങളതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഇതൊന്ന് നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ലോകത്തെ മാറ്റുന്നതല്ല, ബാക്കിയുള്ളവർക്ക് അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് അനുഭവമില്ല, നിങ്ങളത് ചെയ്യണ്ട. ആരെപ്പോൾ നിർബന്ധിച്ചിട്ടില്ല? ഇല്ലല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് എന്നെ വിമർശിച്ചോളൂ, അത് നിങ്ങൾക്ക് മാത്രം ഗുണമായുമെങ്കിൽ ഓക്കെ റീച്ച് ആയിക്കോളൂ. എനിക്കിപ്പോൾ എന്താ വിഷയമുള്ളതിനകത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തിരിച്ചത്ര വളരെ സന്തോഷത്തോടുണ്ട് മറുപടി പറഞ്ഞു. ഒരാൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ ലോകം നിറഞ്ഞ സാധ്യതയുണ്ട്. ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളുക. പക്ഷേ കാലം നിങ്ങളങ്ങനെ നിർത്തത്തില്ല. ഒന്നുപോലും ഇന്ന് വരെ കാലം ശാശ്വതമായി നിലനിർത്തിയിട്ടില്ല ഒരു സംഭവം പോലും. മാറ്റം ജീവിതത്തിന് അനിവാര്യ ഘടകമാണ്, ഈ ലോകത്തിൻ്റെ അനിവാര്യ ഘടകം. അതുകൊണ്ട് ആരും മാറില്ല എന്നും പറഞ്ഞിരിക്കരുത്, നടക്കുന്നതല്ലാതെ മാത്രമാണ്. മാറ്റം മനസ്സിൽ നിന്ന് തുടങ്ങാൻ സാധിക്കട്ടെ. എന്തായാലും സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ തന്നെ തിരിച്ചറിയുക. താങ്ക് യു വെരി മച്ച്. നന്ദി.